ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് യാതൊരു തരത്തിലുള്ള ചിലവുകളും കൂടാതെ തന്നെ നമ്മളെ തലയിലുള്ള പേന് അകറ്റാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ നാട്ടിലും വീട്ടിലുമൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഏറ്റവും സുലഭമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണല്ലോ നമ്മുടെ തുളസി. ഈ തുളസീൻ്റെ ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ തലയിലുള്ള ഈ ഈരും പേനും ചെറുപേനും എല്ലാ താരന് വരെ മാറ്റാനുള്ള ഒരു അടാറ് സാധനമാണ് കേട്ടോ ഈ തുളസി ഇല പറയുന്നത്. ഇതുണ്ടല്ലോ പിന്നെ നമ്മൾ പേൻ ശല്യത്തിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ തലയിൽ തേക്കുന്ന എണ്ണയിൽ ഈ തുളസിയുടെ ഇല ഇട്ടിട്ട് പിന്നെ എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജലദോഷം, കഫക്കെട്ട്, ചുമ ഇതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന ഇലയാണ് കേട്ടോ. പേൻ ശല്യത്തിന് തുളസീൻ്റെ ഇല എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ തണ്ടും തുളസീൻ്റെ ഇലയിലുള്ള പൂവൊക്കെ മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കുക. എന്നിട്ട് ഈ വെള്ളം ചേർക്കാതെ ഈ തുളസീൻ്റെ ഇല ഒരു വിരലിലിട്ടിട്ട് ഇടിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് നന്നായിട്ട് ചതച്ച് എടുക്കണം. വെള്ളം ചേർക്കാണ്ട് ഇത് നന്നായിട്ട് ചതച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു പരുവത്ത് കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതായിട്ട് വരേണ്ടത്. ഇങ്ങനെ ചതച്ചെടുത്താൽ ഈ തുളസീൻ്റെ ഈ ഇല മുഴുവൻ എന്ത് ചെയ്യുക അറിയോ, നമ്മളെ തലയിൽ ഈ മുടിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കണം. ഈ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് ഉരച്ച് പിന്നെ നന്നായിട്ട് ഉരച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ നീരൊക്കെ നന്നായിട്ട് തലയിൽ വറ്റണം. ഇങ്ങനെ ഈ നമ്മൾ ഇടിച്ച് വെച്ച തുളസീൻ്റെ തലയിലിട്ടിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് പിന്നെ നന്നായിട്ട് മുടീൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് കെട്ടി വെക്കുക. നന്നായിട്ടാണ് അത് പോക്കിക്കളയരുത്, പൊടിയൊന്നും പോക്കിക്കളയാതെ കെട്ടി വെക്കുക. എന്നിട്ട് നല്ലൊരു കോട്ടൻ്റെ ആയിട്ട് തോർത്തോ എന്തെങ്കിലും ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മളെ തല എന്ത് ചെയ്യുക, ഫുൾ കവർ ചെയ്ത് ഇങ്ങോട്ട് വെക്കുക. കണ്ടില്ല, ഇതിൽ കണ്ടോണം ഫുൾ കവർ ചെയ്ത് കുറച്ച് എയർ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഇങ്ങോട്ട് നല്ലോണം ചുറ്റിയിട്ട് ഒരു അരമണിക്കൂർ നേരം എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ വെച്ച് നിൽക്കണേ. അതിന് ശേഷം തലയിൽ നിന്ന് ഈ തുണി റിമൂവ് ചെയ്തിട്ട് നീളം ചീർപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാർന്നെടുത്തിട്ട്, കാരണം നമ്മൾ തേച്ച തുളസീൻ്റെ തുമ്പൊക്കെ ഉണ്ടാകും തലയിൽ. ആ സമയമാകുമ്പോഴത്തേക്കും തുളസി ഈ ഇലയിലുണ്ടായിരുന്ന നീര് മുഴുവൻ നമ്മളെ മുടിയിൽ നന്നായിട്ട് ചേർന്ന് ഒരു നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് കണ്ടോ, ഒരു വെള്ളത്തിൻ്റെ ഒരിതൊക്കെ ഉണ്ടാവും. തുമ്പൊക്കെ പൊക്കി നമ്മൾ നന്നായിട്ട് വാർന്നെടുത്തതിന് ശേഷം പിന്നെ പെൻസിൽപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ വരാം. കണ്ടോ, ഇതാണ് എങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പെൻസിൽപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക, മുടി വാർന്നെടുക്കുക. അതിൽ നല്ലോണം പേൻ കിട്ടും കേട്ടോ. ഈ തുളസീൻ്റെ സ്മെല്ലുകൊണ്ട് ഈ പേനും ഈരൊക്കെ ഏകദേശം ഒരു മയങ്ങിയ അവസ്ഥയിലുണ്ടാവുക, വലിയ ജീവൻ ഉണ്ടാവില്ല. അതാണ് ഈ തുളസിയുടെ ഇല കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഈ സമയത്ത് വാർന്നെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. കണ്ടോ, ഇതിലൊരുപാട് പേന് കിട്ടിയിട്ടുണ്ട് കേട്ടോ മോളെ തലേന്ന്. അപ്പോൾ ഇതാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹെർബലാണ്, യാതൊരു ചിലവും ഇല്ല. പെട്ടെന്ന് തന്നെ പേന റിമൂവ് ആവുകയും ചെയ്യും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ എന്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. വീണ്ടും